ഫ്രണ്ട്സ്, ഇത് കണ്ടോ? നമ്മൾ കൃഷിസ്ഥലത്തേക്ക് വരുമ്പോൾ തന്നെ നമ്മളെ സ്വാഗതം ചെയ്തിട്ട് 3 സൂര്യകാന്തി പൂവ് വിരിഞ്ഞ് നിൽപ്പുണ്ട് കേട്ടോ. ഇത് കണ്ടോ? പിന്നെ ഇത് മാത്രമല്ല, ഈ ഭാഗത്തും ഉണ്ട് കേട്ടോ. കണ്ടോ? ആകാശത്തിൻ്റെ നീല കളറും ഇതുകൂടി കാണുമ്പോൾ ഒരു സൂര്യൻ ഉദിച്ചു നിൽക്കുന്നത് പോലെ തോന്നുന്നുണ്ട് അല്ലേ? പിന്നെ ആ ഭാഗത്തും ഉണ്ട് കേട്ടോ. ഇത് നമ്മളൊരു ഭംഗിക്ക് വേണ്ടിയിട്ടാണ് ഇത് ഇവിടെ നമ്മൾ നട്ടിട്ടുള്ളത് കേട്ടോ. കാണാനൊരു ഭംഗി ഉണ്ടാവുമല്ലോ. കൃഷി സ്ഥലത്തേക്ക് വരുമ്പോൾ തന്നെ നമുക്കൊരു നല്ലൊരു വൈബ് കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. പിന്നെ വരുമ്പോൾ ഇവിടെയുണ്ട് കേട്ടോ സൂര്യകാന്തി പൂവ്. ഇത് കാണാൻ നല്ല ഭംഗിയില്ലേ? ഇത് കണ്ടോ? തേനീച്ച നല്ലോണം വരുന്നുണ്ട് കേട്ടോ തേൻ കുടിക്കാൻ. ഈ തേനീച്ച വരുന്നത് കൊണ്ട് നമുക്ക് വളരെ ഒരു ഉപകാരമുണ്ട് കേട്ടോ. കാരണം നമ്മുടെ കൃഷിയിൽ ഈ മത്തൻ്റെ പൂവ് ഒക്കെ കൂടുതൽ കായ പിടിക്കാൻ അത് ഉപകരിക്കുന്നുണ്ട് കേട്ടോ. നല്ല പരാഗണം നടക്കാൻ തേനീച്ചകളുമാണല്ലോ. അപ്പോൾ അതുകൊണ്ട് നമുക്ക് സൂര്യകാന്തി ഇവിടെ ഭംഗിക്ക് മാത്രമല്ല, നമ്മൾ നട്ടിട്ടുള്ള ഇതിൻ്റെ ഉപകാരം നമുക്ക് ഈ തേനീച്ച വരുന്നത് കൊണ്ട് കൂടുതൽ മറ്റുള്ള കൃഷികൾക്കും നല്ല വിളവ് കിട്ടാൻ ഉപകരിക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ഇത് കണ്ടോ ഫ്രണ്ട്സ്, നമ്മൾ പച്ചമുളക് നട്ടിട്ടുള്ളതൊക്കെ ഇത് കണ്ടോ? ഇതൊക്കെ പച്ചമുളകാണ്. ഇത് പഴുത്ത് തുടങ്ങിയിട്ടുണ്ട്. ഇത് നമ്മൾ വീട്ടിലേക്ക് ആവശ്യമുള്ളത് പറിക്കും, ബാക്കിയുള്ളത് പഴുത്തോട്ടെ എന്ന് കരുതിയിട്ട് വെച്ച തന്നെയാണ്. നമ്മുടെ വീട്ടിലേക്ക് ആവശ്യമുള്ള പിന്നെ ഇത് ഉണക്കിയെടുക്കാനുള്ള തീരുമാനത്തിലാണ് കേട്ടോ. ഇത് കണ്ടോ? കാണാൻ നല്ല ഭംഗിയുണ്ട്. അപ്പോൾ ഇത് പഴുക്കും കൂടി ചെയ്തപ്പോഴേ കാണാൻ നല്ല ഭംഗിയുണ്ട്. മുളകും തൈ ഇത് മാത്രമല്ല കേട്ടോ, നമ്മൾ ആ ഭാഗത്ത് നട്ടിട്ടുണ്ട്. അപ്പോൾ ഒക്കെ നന്നായിട്ട് കായ്ച്ചിട്ടുണ്ട് കേട്ടോ മുളകും തൈ. പിന്നെ ഇതൊന്നും നമ്മൾ മരുന്നടിക്കാതെയാണ് ഉണ്ടായിട്ടുള്ളതെന്നാണ് ഏറ്റവും വലിയത്. മരുന്ന് നമ്മൾ ചെറിയ തൈയാകുമ്പോൾ മാത്രമാണ് മരുന്നടിച്ചിട്ടുണ്ടായിരുന്നത്. പിന്നെ നമ്മൾ മരുന്നൊന്നും അടിച്ചിട്ടില്ല. ചെറിയ തൈയാകുമ്പോൾ നല്ല പിന്നെ കീടങ്ങൾ അറ്റാക്ക് ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ നമ്മൾ മരുന്നൊന്നും അടിച്ചില്ല. കണ്ടോ? ഈ ഭാഗത്തുണ്ട്. ഇത് വിത്ത്, ഇതിൻ്റെ വിത്ത് എന്ന് പറഞ്ഞാൽ നമ്മൾ വീട്ടിലേക്ക് കൊണ്ടുവന്ന വറ്റൽമുളകിൻ്റെ കുരു പാകിയതാണ് കേട്ടോ. അതിൻ്റെ വിത്ത് പാകിയാണ്, അതല്ലാതെ ഇത് ഹൈബ്രിഡൊന്നുമല്ല. പക്ഷേ ഇത് തന്നെ നന്നായിട്ട് കായ്ക്കുന്നുണ്ട് കേട്ടോ. കണ്ടോ? പിന്നെ നമ്മൾ നട്ടിട്ടുള്ള കോളിഫ്ലവർ ഉണ്ടോ? എല്ലാം വളരെ ഭംഗിയായിട്ടുണ്ട് കേട്ടോ. ഒക്കെ നന്നായിട്ട് ആ ഫ്ലവറിൻ്റെ രൂപത്തിൽ തന്നെ എത്തിയിട്ടുണ്ട്. ഇതൊക്കെ നമ്മുടെ നാട്ടിലും വളരും എന്നുള്ളതിൻ്റെ ഒരു തെളിവാണ് കേട്ടത്. ഇത് കണ്ടോ? ഇതൊക്കെ ആ ഒരു കടയിൽ നിന്ന് വാങ്ങുന്ന അതേ ഗ്രോത്ത് ആയിട്ടുണ്ട് കേട്ടോ. ഇതൊക്കെ നമുക്ക് വിളവെടുക്കാൻ തന്നെ ആയിട്ടുണ്ട്. കണ്ടോ? വിളവെടുപ്പിനായിട്ടുണ്ട്. ഇത് കണ്ടോ? പിന്നെ ഈ കാണുന്നത് കണ്ടില്ലേ? ഇത് ബ്രോക്കോളിയാണ് കേട്ടോ. ബ്രോക്കോളി വലിയ തൈയാണ്, പക്ഷേ അതിൻ്റെ ഇത് ചെറുതായിട്ടാണ് വരുന്നത്. ഇനി വലുതാവുമായിരിക്കും. ഇത് കണ്ടോ? ഇതൊക്കെ ബ്രോക്കോളിയാണ്. ഈ കാണുന്നതൊക്കെ ബ്രോക്കോളിന് വലിയ തൈയൊക്കെ ബ്രോക്കോളിയാണ്. ഈ ചെറിയ തൈയാണ്, ഹൈറ്റ് ഇല്ലാത്ത തൈയാണ് പിന്നെ കോളിഫ്ലവർ കേട്ടോ. പിന്നെ ഇതിൻ്റെ ഇടയിൽ ഈ കാണുന്നത് ചൈനീസ് ക്യാബേജാണ് കേട്ടോ. ചൈനീസ് ക്യാബേജ് ഈ ഭാഗത്ത് മാത്രമല്ല, നമ്മൾ ആ ഭാഗത്തും ഇതാക്കണം, ആ കാണുന്ന ഭാഗത്തൊക്കെ അതൊക്കെ ചൈനീസ് ക്യാബേജ്. പിന്നെ അവിടെയുണ്ട് കേട്ടോ കോളിഫ്ലവർ ഉണ്ട്. പിന്നെ ബ്രോക്കോളി, ക്യാബേജൊക്കെ അവിടെയുണ്ട്.
പിന്നെ നമ്മൾ കുറേ ക്യാബേജ് വിളവെടുത്തു കേട്ടോ. ഇതൊക്കെ അതിൻ്റെ ബാക്കി ചെറുത് 2 കൂടി ഉണ്ട്. പിന്നെ അത് മാത്രമല്ല, പിന്നെ വലിയതൊന്നും ഉണ്ട് കേട്ടോ ഇവിടെ. ഇതാത് കണ്ടോ, ഇത് നമ്മൾ പിന്നെ നട്ടിട്ടുള്ളതിൽ ഏറ്റവും വലിയൊരു ക്യാബേജാണിത്. കണ്ടോ, നല്ല വലിപ്പമുണ്ട്. ഇതിൻ്റെ കൂടെ നമ്മൾ നട്ടതൊക്കെ നമ്മൾ വിളവെടുത്തു കേട്ടോ. ഇത് കുറച്ച് അതിലെല്ലാം വ്യത്യസ്തമായ വലിയ സൈസാണിത്. ഇത് കണ്ടോ, ഇതിൻ്റെ ക്യാബേജ് തന്നെ നല്ലൊരു ബോളിൻ്റെ വലിപ്പമുണ്ട് കേട്ടോ. ഇതതിൽ എന്തോ വേറെ വ്യത്യസ്തമായ ഒരു ഇന തോന്നുന്നുണ്ട്, നല്ല വലിപ്പം വരുന്നുണ്ട്. പിന്നെ നമ്മൾ ഈ ഭാഗത്തായിട്ട് കപ്പ നട്ടതാട്ടോ. കപ്പ നട്ടിട്ടുള്ള സ്ഥലമാണ്. കണ്ടോ, ഇത് കപ്പ നട്ടിട്ടുള്ള ഒരു 2 ഏരിയ കപ്പ നട്ടിട്ടുണ്ട് കേട്ടോ. പക്ഷെ അതിൻ്റെ ഇടയിൽ നമ്മൾ ഇത് കണ്ടോ, പിന്നെ ചോളം നട്ടിട്ടുണ്ട്. സൈഡിൽ കൂടി ചോളം നട്ടു. കപ്പ നട്ടതിൻ്റെ സൈഡിൽ കൂടി ചോളം നട്ടു. പിന്നെ ഇത് കണ്ടോ, ഈ സൈഡ് മൊത്തം നമ്മൾ ചോളം നട്ടിട്ടുണ്ട്. കുറേ കായ്ച്ച് നമുക്ക് ഏകദേശം വിളവെടുക്കാനായിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇത് കണ്ടോ, കപ്പൻ്റെ ഇടയിലായിട്ട് നമ്മൾ ചീര, സുന്ദരി ചീരയാണ്. ഇത് കണ്ടോ, സുന്ദരിച്ചീരയും പാകിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഇതിൻ്റെ ഇടയിൽ കണ്ടോ, അത് കുറ്റിപ്പയറാണ് കേട്ടോ. അതുപോലെ തന്നെ വെണ്ടയ്ക്കയുണ്ട് കേട്ടോ. ഇത് കണ്ടോ, വെണ്ടയ്ക്ക കായ്ച്ചിരിക്കുന്നുണ്ടോ. ഇവിടെയൊക്കെ ഉണ്ട്, ഇവിടെയൊക്കെ നമ്മൾ നട്ടിട്ടുണ്ട്. ഇത് കണ്ടോ, കപ്പ നട്ടതിൻ്റെ അടിയിൽ ചീര പാകിയതോടൊപ്പം നമുക്ക് കുറച്ച് പിന്നെ ക്യാരറ്റിൻ്റെ വിത്ത് ബാക്കി ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് ഇതിലൂടെ പാകിയതാണ്. അതും ഉഷാറായി വന്നിട്ടുണ്ട് കേട്ടോ. ഒരു ഇടവിള കൃഷിയായിട്ട് വന്നിട്ടുള്ളതാണ്. ഇത് കണ്ടോ, ഇതിപ്പോൾ നമ്മളൊരു കാട് പോലെയാണ് കൃഷി ചെയ്തിട്ടുള്ളത് കേട്ടോ. ഇതിനൊന്നും കൂടുതൽ സ്ഥലം വേണ്ട ആവശ്യമില്ല. ഇതൊക്കെ പിന്നെ കപ്പ നടിൻ്റെ അടിയിലായിട്ടാണ് നമുക്ക് ഇടവിള കൃഷിയായിട്ട് ചെയ്യാം. കാരണം ഇത് കപ്പ വളരുമ്പോഴത്തേന് ഇത് നമുക്ക് വിളവെടുക്കാൻ പാകത്തിലാവും. അപ്പോൾ ഇത് വിളവെടുപ്പ് കഴിഞ്ഞാൽ പിന്നെ കപ്പക്കതൊരു പിന്നെ ഇത് കണ്ടോ, നമ്മൾ ഈ ബ്രോക്കോളി, ക്യാബേജ് അങ്ങനത്തെ ഇതൊക്കെ നട്ടതിൻ്റെ ഇടയിലായിട്ട് നമ്മൾ ഇത് കണ്ടോ, ജർജീർ കുറേ നട്ടിട്ടുണ്ട്. അതും വളരെ ഗ്രോത്തായിട്ട് തന്നെ വളർന്നിട്ടുണ്ട് കേട്ടോ. ഇത് നമ്മൾ ഇല കഴിക്കാൻ വേണ്ടിയിട്ട്, പച്ച ഇല കഴിക്കാൻ വേണ്ടിയിട്ട് സാലഡായിട്ടൊക്കെ കഴിക്കാമല്ലോ, അങ്ങനെ നട്ടതാണ്. പിന്നെ ഇതിൻ്റെ ഇടയിൽ നമ്മൾ പിന്നെ ഈ വഴുതനങ്ങ തൈയൊക്കെ നട്ടിട്ടുണ്ട് കേട്ടോ. വഴുതനങ്ങ തൈ നട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ കാണുന്നതൊക്കെ ചൈനീസ് ക്യാബേജാണ്. പിന്നെ ചൈനീസ് ക്യാബേജിൻ്റെ കൂടെ തന്നെ നമ്മൾ ചീര ഒക്കെ നട്ടിട്ടുണ്ട്. ഇത് നിങ്ങൾക്കൊരു കാട് പോലെയാണ് തോന്നുക. കാരണം ഇത് ഒരു വെജിറ്റബിൾ ഫോറസ്റ്റ് എന്ന് തന്നെ പറയാം. ആ രൂപത്തിലാണ്, കാട് പോലെയാണ് നമ്മൾ വളർത്തിയിട്ടുള്ളത് കേട്ടോ. ഈ കാണുന്നത് ചീരയാണ്, നാടൻ ചീരയാണ് കേട്ടോ. ഇത് കണ്ടോ, നാടൻ ചീരൻ്റെ ഇടയിലായിട്ട് നമ്മൾ ഓരോ വഴുതനങ്ങ തൈയും വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ചീര നമ്മൾ പറിക്കുന്നതോടുകൂടി നമുക്ക് ഈ വഴുതനങ്ങ തൈ പിന്നെ നമുക്ക് വളർന്ന് കിട്ടും കേട്ടോ. ഇത് കണ്ടോ, ഇതൊക്കെ വഴുതനങ്ങ തൈയാണ്. പിന്നെ ഇതിൻ്റെ ഇടയിൽ ഓരോ ഇങ്ങനെ ചോളത്തിൻ്റെ തൈയും നട്ടിട്ടുണ്ട് കേട്ടോ. പിന്നെ നാടൻ ചീര ഇതിലൊക്കെ നട്ടിട്ടുണ്ട്. ഇത് കണ്ടോ, പിന്നെ ഈ കാണുന്നതൊക്കെ ചീര തന്നെയാണ് കേട്ടോ. ഇത് കണ്ടോ, നാടൻ ചീരയാണിത്. പിന്നെ നമ്മൾ ഈ കവുങ്ങിൻ്റെ ചുവട്ടിലായിട്ട് ഓരോ പയറിൻ്റെ വിത്തിട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് വളർന്നു വരുമ്പോൾ ഈ ഇതിന്മൊരു 2 പിന്നെ ചുള്ളിക്കമ്പ് വെച്ച് കൊടുത്താൽ നമുക്ക് ഇതിമ്മക്ക് പയർ പടർത്തിയെടുക്കാം. ഇവിടെ നട്ടിട്ടുണ്ട് കണ്ടോ, പയറിൻ്റെ 2 വിത്തുണ്ട്. അത് ഈ കവുങ്ങുമ്മക്ക് വളർത്താനുള്ള ഇതാണ് കേട്ടോ. പിന്നെ ഫ്രണ്ട്സ്, ഇത് കണ്ടോ, നമ്മൾ പിന്നെ തക്കാളി വെറുതെ മുളച്ച് വന്നതാണ് കേട്ടോ. അതിൽ നിന്ന് തന്നെ നമുക്ക് തക്കാളി ഒരുപാട് കിട്ടിയിട്ടുണ്ട്. കണ്ടോ, നല്ല റൗണ്ട് ഷേപ്പിലുള്ള തക്കാളിയാണ്. അപ്പോൾ ഇത് കണ്ടോ, ഈ ഭാഗത്തൊക്കെ ഉണ്ട് കേട്ടോ. ഇതിൽ നിന്ന് നമ്മൾ കുറേ പറിച്ചിട്ടുണ്ട്. വീട്ടിലേക്ക് ആവശ്യമുള്ള തക്കാളി കുറേ പറിച്ചു ഇതിൽ നിന്ന്. ഇതൊക്കെ നമുക്ക് വെറുതെ മുളച്ച് പൊന്തിയ ഒരു തക്കാളി തൈമെന്ന് കിട്ടിയതാണ്. നമ്മൾ വിത്ത് പാകിയതൊന്നുമല്ല. കണ്ടോ,
ഇതുപോലെ നമ്മൾ പല പ്രാവശ്യമായിട്ട് പറിച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇത് കണ്ടോ, നമ്മൾ പന്തൽ കൃഷിയായിട്ടുള്ള അമരക്കയാണ് ഇട്ടത്. ഇത് കണ്ടോ കായ്ച്ച് നിൽക്കണുണ്ടോ, കുറേ ഉണ്ട് കേട്ടോ. നമ്മൾ കുറേ പറിച്ചു, വീട്ടിലേക്ക് ആവശ്യമുള്ളതും പിന്നെ കുറേ വിൽക്കുകയും ചെയ്തിട്ടുണ്ട്. ഇത് നന്നായിട്ട് കായ്ക്കുന്നുണ്ട് കേട്ടോ. ഇതിന് മഞ്ഞ് കിട്ടുകയാണെങ്കിൽ നല്ലോണം കായ്ച്ചും. ഇത് കണ്ടോ, മഞ്ഞിനാണ് കേട്ടോ അത് പൂവ് കൂടുതൽ വിരിയുന്നത്. ഇത് കണ്ടോ, ഇതൊക്കെ പറിക്കാനായിട്ടുണ്ട്. ഇന്നിതൊക്കെ പറിക്കും നമ്മൾ. പിന്നെ ഇത് തന്നെ 2 കളറായിട്ടാണ് കേട്ടോ. ഇത് കണ്ടോ, ഈ ഷെയ്ഡ് ഭാഗത്ത് ഒരു പർപ്പിൾ കളറ്, പിന്നെ ഇത് കണ്ടോ പച്ച കളറായിട്ട് വേറൊരു വെറൈറ്റിയാണ് കേട്ടോ. ഇത് ഏകദേശം പിന്നെ ഇതിൻ്റെ ഈ അമരക്കൻ്റെ പിന്നെ തണ്ട്, പിന്നെ ചെടിയുടെ തണ്ട് കണ്ടോ ഒരു പർപ്പിൾ കളറാണ്. എന്നാൽ നമ്മൾ പച്ചൻ്റെ സാധാ ഒരു പച്ച കളർ തന്നെയാണ് കേട്ടോ. പിന്നെ നമ്മൾ ഈ കപ്പൻ്റെ ചുവട്ടിൽ പാകിയ മല്ലിയിലാണ് കേട്ടത്. ഇത് കണ്ടോ നല്ല ഗ്രോത്തായിട്ട് വളർന്നിട്ടുണ്ട്. അപ്പോൾ നമ്മളിത് പറിച്ച് കാണിച്ചു തരാം കേട്ടോ. നമുക്ക് വീട്ടിലേക്ക് ആവശ്യമുള്ളത് കുറച്ച് പറിക്കാം. ഇത് കണ്ടോ, അതിൻ്റെ അത് ഇത് കണ്ടോ, നല്ല ഫ്രഷ് ഇല നമുക്ക് പറിച്ചെടുക്കാം.